ഹോർമോസ് ഒരു ടൂളായി മാറിയിരിക്കുകയാണ് അല്ലേ? ഹോർമൂസ് ഒരു ടൂളായി മാറുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഹോർമൂസ് ഇറാൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇറാനെ പേടിക്കാതെ ഒരു പുതിയ കപ്പൽ ഇടനാഴി തുറക്കാം എന്നുമൊക്കെയാണ് അമേരിക്ക കരുതിയിരുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് വലിയ പാളിച്ച പറ്റി. ഇനിയും ട്രംപിനെ വിശ്വസിക്കാനും മാത്രം വിഡ്ഢിത്തരം ഇറാൻ കാണിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ചേട്ടാ, അയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇനി ഇറാൻ എടുക്കുന്ന നിലപാട്? ഇറാൻ്റെ നിലപാട് അതിശക്തമായി തിരിച്ചടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ അവിടേക്ക് ഒരു ബോംബാക്രമണവും മിസൈൽ ആക്രമണവും നടത്തുക എന്ന് പറയുന്നത് തന്നെ യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ അതൊരു നെറികേടാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, അവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന ഏറ്റവും പരമോന്നതമായൊരു ചടങ്ങ് അല്ലെങ്കിൽ ആത്മീയമായൊരു ചടങ്ങ് കോടിക്കണക്കിന് ആളുകളാണ് വരുന്നത്. അത് ലക്ഷക്കണക്കിനല്ല, 1.5 കോടിയിലധികം ആളുകൾ ഒരേ സമയം ഈ മൃതദേഹത്തെ അല്ലെങ്കിൽ ഭൗതിക ശരീരത്തെ അകമ്പടി സേവിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതൊരു ഏകദേശ കണക്കാണ്. വൈകുന്നേരമായപ്പോഴേക്കും അല്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കുന്ന സമയമായപ്പോഴേക്കും അതിനേക്കാൾ അനേകം ഇരട്ടി ആളുകൾ ഒഴുകിയെത്തി എന്നാണ് കണക്കുകൾ. അപ്പോൾ ഒരു രാജ്യം പൂർണ്ണമായി വിഷമത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വൈകാരികമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ സമയത്ത് ദുർബലമായിരിക്കുന്ന ആ രാജ്യത്തേക്ക് ഭരണകൂടം തന്നെ ഇത്തരമൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ദുർബലമായിരിക്കുന്ന ഒരു സമയത്ത് ആ രാജ്യത്തേക്ക് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് തന്നെ തോന്നിയവാസമാണ്, അല്ലെങ്കിൽ അതൊരു നീതികേടാണ്. അപ്പോൾ അത് ചെയ്യാൻ അമേരിക്കയെ കൊണ്ടേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ പ്രകോപനം ഇറാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുക രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ ഇന്ത്യൻ സമയം പുലർച്ചയോടുകൂടി ഭയാനകമായ തിരിച്ചടികളിലേക്ക് ഇറാൻ കടക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളുടെയും ആവശ്യം ഇനിയില്ല എന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം, അതാണ് ഇറാൻ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതായത് ഹോർമുസ് കടലിടുക്കിൽ കൈവശപ്പെടുത്താനായിട്ട് അമേരിക്കയും ഒമാനും ഒക്കെ ചേർന്നുകൊണ്ട് ചില തീവ്രമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഹോർമോസ് ഒരു ടൂളായി മാറിയിരിക്കുകയാണ് അല്ലേ? ഹോർമൂസ് ഒരു ടൂളായി മാറുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഹോർമൂസ് ഇറാൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിൽ ഹോർമൂസ് വേണം എന്നുള്ളത് ഇറാൻ്റെ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാൻ അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ആ ഹോർമൂസിലുള്ള അധികാരങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്ക ഒമാൻ്റെ കൂടി സഹായത്തോടു കൂടി ഇറാൻ്റെ ആ ഗ്രിപ്പ് അല്ലെങ്കിൽ ഇറാൻ്റെ അധികാരം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ഹോർമൂസിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തെക്കു മാറിയിട്ട് ഒമാൻ്റെ തീരത്തുകൂടി തള്ളി നിൽക്കുന്നൊരു പ്രദേശമുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തു കൂടിയാണിപ്പോൾ ഒരുപാട് കപ്പലുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ അമേരിക്ക പറഞ്ഞയക്കുന്നത്. അപ്പോൾ അത് ഇറാനെ സംബന്ധിച്ച് വലിയ പ്രകോപനമാണ് എന്ന് മാത്രമല്ല, അങ്ങനെ അതിലെ കപ്പലുകൾ പോകാൻ തുടങ്ങിയാൽ ഇറാൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇറാൻ തീരത്ത് നിന്ന് മാറിയാണ്. അപ്പോൾ ഇറാൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നും ആ ഭാഗം മുഴുവൻ ഒമാൻ്റെ സഹായത്തോടു കൂടി തങ്ങളുടേതാക്കാമെന്നും ഇറാനെ പേടിക്കാതെ ഒരു പുതിയ കപ്പൽ ഇടനാഴി തുറക്കാം എന്നുമൊക്കെയാണ് അമേരിക്ക കരുതിയിരുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് വലിയ പാളിച്ച പറ്റി അവിടെ. ആ പാളിച്ച എന്ന് പറയുന്നത് ഇറാൻ കണ്ണും കാതും കൂർപ്പിച്ച് ഈ ഹോർമൂസിലേക്ക് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഹോർമൂസിൽ സൗദിയുടെയും ഖത്തറിൻ്റെയും 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ തുടങ്ങാനും അതുപോലെ തന്നെ ഈ വെടിനിർത്തൽ കരാർ ഇല്ലാതാക്കാനും ഒക്കെ കാരണമായത് എന്നാണ് ട്രംപ് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ വാദം അങ്ങനെയാണ്. പക്ഷേ ഇറാൻ ഇപ്പോഴും ആ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. ആ 2 കപ്പലുകൾ തകർത്തത് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇറാൻ അല്ല കപ്പലുകൾ തകർത്തത് എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും ഇറാൻ പുറത്തുവിട്ടിട്ടുമില്ല. അവിടെ വരുന്നൊരു ഗൂഢാലോചന സമവാക്യം എന്ന് പറയുന്നത് ഈ കരാർ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ രംഗം കലുഷിതമാക്കാൻ വേണ്ടിയിട്ട്, ഇറാനെ കടന്നാക്രമിച്ച് ഇറാനെ കാര്യമായി തന്നെ പ്രഹരമേൽപ്പിച്ച് തകർക്കാനായിട്ട് ഇസ്രായേൽ ഒരു ഗൂഢാലോചന നടത്തി. ഇസ്രായേലാണ് ഈ കപ്പലുകൾ തകർത്തതിന് പിന്നിലെന്നാണ് ഒരു വാദം വരുന്നത്. സ്വാഭാവികമായിട്ടും സൗദിയുമായിട്ട് വിദൂര ഭാവിയിൽ ഒരു വ്യവസായ ചങ്ങാത്തമൊക്കെ ഇറാൻ പദ്ധതിയിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഖത്തറിനെ ഒരു മധ്യസ്ഥ രാജ്യം എന്ന നിലയിലും ഒരു സൗഹൃദ രാജ്യം എന്ന നിലയിലും ഇറാൻ പരിഗണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൗദിയുടെയും ഖത്തറിൻ്റെയും കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് വരുന്നത്. അതായത് ഇറാൻ്റെ കണ്ണ് വെട്ടിച്ച് ഹോർമൂസിൽ പല വഴികളിലൂടെ കപ്പലുകൾ കടത്താൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ചില നീക്കങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുലർച്ചെ 20ഓളം
കപ്പലുകളുമായിട്ട് പടക്കപ്പലുകളുമായിട്ട് ചെറുതും വലുതുമായ പടക്കപ്പലുകളുമായിട്ട് അമേരിക്ക ഈ ഹോർമൂസിലൊരു പര്യടനത്തിന് പര്യടനമല്ല ഒരു പട്രോളിങ്ങിന് ഇറങ്ങി. അവിടെ തൊട്ടാണ് അമേരിക്കയ്ക്ക് അടി കിട്ടി തുടങ്ങുന്നത്. അതായത് ഈ പട്രോളിംഗ് എന്ന് പറയുന്നത് അമേരിക്ക വിചാരിച്ചത് ഏതാണ്ട് ഈ 11,000-ഓളം കപ്പലുകൾ ഹോർമൂസിൽ കിടക്കുന്നുണ്ടായിരുന്നു പല ഭാഗങ്ങളിലായിട്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 6,000-ഓളമായിട്ട് അത് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് ഒരുപാട് കപ്പലുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഹോർമൂസ് കടന്നു പോയി കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പകുതിയോളം കപ്പലുകളാണ്, അല്ലെങ്കിൽ പകുതിക്ക് കുറച്ചുകൂടി മുകളിലുള്ള കപ്പലുകളാണ്. അപ്പോൾ ഇവ കടന്നു പോകാനായിട്ടുള്ള സമയം, അത് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് പുതിയ ഒരു കപ്പൽ ഇടനാഴി ഉണ്ടാക്കി ഈ കപ്പലുകൾ മുഴുവൻ അതിലേ പറഞ്ഞു വിട്ട് ഹോർമൂസിൽ കെട്ടിക്കിടക്കുന്ന കപ്പലുകൾ ഇല്ലാത്തൊരു സാഹചര്യം അതിവേഗത്തിലുണ്ടാക്കി ആ സമയത്ത് ഇറാനിലേക്ക് ആക്രമണം നടത്തി ഇറാൻ്റെ ശ്രദ്ധ തിരിച്ച് ഹോർമൂസ് പിടിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഒരു ഗെയിം പ്ലാൻ എന്ന് വേണം കരുതാൻ. അപ്പോൾ അതിന് ഈ സൗദിയുടെയും ഖത്തറിൻ്റെയും കപ്പലുകൾ ആക്രമിച്ച സംഭവം, ഇന്ത്യയുടെ ഒരു കപ്പൽ ഇറാൻ തിരിച്ചയച്ചു എന്ന് വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് അമേരിക്ക 20ഓളം ഈ പട്രോളിംഗ് കപ്പലുകളെ അങ്ങോട്ടേക്ക് അയച്ചു. പക്ഷേ അപ്പോൾ ഇറാൻ പറഞ്ഞത്, നിങ്ങൾ കപ്പലുകളൊക്കെ ആയിട്ട് വന്നോളൂ, പക്ഷേ ഈ ഹോർമൂസിൻ്റെ ഞങ്ങളുടെ തീരത്തേക്ക് ചേർന്ന് നിങ്ങളുടെ കപ്പലുകൾ വന്നാൽ ഒരൊറ്റ സൈനികരും ജീവനോടെ പോകില്ല എന്നുള്ളതായിരുന്നു ഇറാൻ്റെ ആദ്യത്തെ ഭീഷണി. അത് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം സംഭവിച്ച കാര്യമാണ്. ഇന്ത്യൻ സമയമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ സംസാരിക്കുന്നതിൽ അർദ്ധരാത്രി പുലർച്ചെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സമയമാണ്. അപ്പോൾ ആ സമയത്ത് ശക്തമായിട്ട് ഒരു ഭീഷണി വന്നതോടെ ഈ കപ്പലുകൾ പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥ വന്നു. ഇതാണ് അമേരിക്കയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചറിവ്. അതായത് ഇറാനെ ഏതൊക്കെ തരത്തിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അമേരിക്ക ആക്രമിച്ചിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. അതായത് സംസ്കാര ചടങ്ങ് കഴിഞ്ഞാൽ ഇതിൻ്റെ അനേകം ഇരട്ടി തിരിച്ചടി, വലിയ പ്രഹരം അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകും, ഇസ്രായേലിന് നേരെയും ഉണ്ടാകും. ഇത് ഇസ്രായേലും വിറച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു ഗ്യാപ്പിൽ, അതായത് ഇറാൻ്റെ ഭരണകൂടം മുഴുവൻ സ്റ്റക്കായി നിൽക്കുന്ന സമയം, അവിടുത്തെ ജനങ്ങൾ വൈകാരികമായി ചിന്തിക്കുന്ന സമയം, സൈനികർ IRGC ഉൾപ്പെടെ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിലാപയാത്ര അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയം, ഈ സമയത്ത് ഇറാനെ അടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ആ സമയം കൊണ്ട് പരമാവധി കപ്പലുകളെ ഹോർമൂസ് കടത്തുക, ഹോർമൂസ് പിടിച്ചെടുക്കുക, അതിനുശേഷം ഈ പറയുന്ന ഇറാനെതിരായിട്ട് ഒരു വലിയ മൂവ്മെൻറ്റ്, ഒരു യുദ്ധ മൂവ്മെൻറ്റ് ഉണ്ടാക്കുക. ഇറാൻ്റെ ബുഷഹർ ആണവ നിലയത്തേക്ക് ഇപ്പോൾ ആക്രമണം നടന്നു എന്നാണ് വാർത്ത വരുന്നത്. അതുപോലെ ഇറാൻ്റെ 6ഓളം ദ്വീപുകൾ ആക്രമണം നടന്നു. ഇറാൻ്റെ 14 സൈനികർ കൊല്ലപ്പെട്ടു, സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക. ഇതെല്ലാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്താൽ ഇറാൻ തിരിച്ചടിക്കില്ല, ഇറാൻ നിശബ്ദമായിരിക്കുമെന്നായിരുന്നു അമേരിക്ക കരുതിയത്. പക്ഷേ അതിന് വിരുദ്ധമായി അമേരിക്കയ്ക്ക് ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു ഇറാൻ തിരിച്ചടിക്കുമെന്ന്. അത് സംഭവിച്ചു. ഇറാൻ ശക്തമായി ഓരോ ആക്രമണങ്ങൾക്കും തിരിച്ചടി കൊടുത്തു. എന്ന് മാത്രമല്ല, ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് അവരുടെ അടിയന്തര യോഗം ഉൾപ്പെടെ ചേർന്നത് IRGC, അതുപോലെ തന്നെ ഇറാനിയൻ പാർലമെൻറ്റ്, അതുപോലെ അവരുടെ ഉന്നത തല നേതൃത്വം, അതായത് വിദേശകാര്യ മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം, ഇവരൊക്കെ ചേർന്നുകൊണ്ടുള്ള ചില നിർണായകമായ യോഗങ്ങളും കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയാനകമാം വിധത്തിൽ അമേരിക്കയ്ക്കും ഒരുപക്ഷെ ഇസ്രായേലിനും വലിയ തിരിച്ചടി കൊടുക്കും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം മുമ്പ് ലബനാനിലേക്ക് നിരന്തരമായി ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയത്ത് അത് ഞങ്ങൾക്കൊരു പ്രകോപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയവരാണ് ഇറാൻ. അപ്പോൾ ഇത് നേരിട്ടുള്ള പ്രകോപനമാണ്. അപ്പോൾ പിന്നെ ഇറാൻ ഇസ്രായേലിലേക്കും കയറി അടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ US ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ട്രംപ് പറയുന്നത് ട്രംപിന്റെ ഒരു ഡീലാണ് ഈ യുദ്ധം എന്ന് പറയുന്നുണ്ട്. അല്ല, ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞു വരികയാണ്. അപ്പോൾ നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. നെതന്യാഹു കാരണമാണ് ഇത്രയും ഗുരുതരമായ പ്രശ്നമുണ്ടായെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇറാൻ അനുകൂലമായിട്ട് കരാർ എഴുതുന്നു, ആ കരാർ ഒപ്പിടുന്നു, ഇറാൻ്റെ ഉപരോധങ്ങൾ നീക്കുന്നു, ഇറാന് എല്ലാവിധ സംവിധാനങ്ങളും സജ്ജമാക്കി കൊടുക്കുന്നു, അങ്ങോട്ടേക്ക് പണം കൊണ്ട് കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ട്രംപ് ഇപ്പോൾ വീണ്ടും തിരിഞ്ഞ് ഇസ്രായേൽ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ എങ്ങനെയാണോ ഇറാനെ തകർക്കണമെന്ന് സ്വപ്നം കണ്ടത് അതിനേക്കാൾ രൂക്ഷമായ രീതിയിലേക്ക് ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഫലത്തിൽ ഇസ്രായേൽ എന്ത് ചിന്തിച്ചോ അതാണ് എൻഡ് ഓഫ് ദ ഡേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും നാൾ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു, ഇറാൻ്റെ തിരിച്ചടി അതിജീവിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ തന്ത്രപരമായി ഒരു കെണി എന്ന് പറഞ്ഞാൽ എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഇറാന് മുന്നിൽ ഒരു കരാർ ഒപ്പിട്ടിട്ട് ട്രംപ് നാടകം കളിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ട്രംപ് ചതി നടത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ യുദ്ധം അതിതീവ്രമാകും. ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ ഗൂഢാലോചന ഉണ്ടാകാം.
ഈ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതിന് പിന്നിൽ, അത് ഇറാൻ്റെ തലയിലിടുന്നതിന് പിന്നിൽ. പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. എങ്കിലും അത് ഇസ്രായേൽ കളിക്കുന്ന ഗെയിം ആയിരിക്കാം. ഇസ്രായേലിൻ്റെ നിർണായകമായ ഒരു ഇടപെടൽ, ഇസ്രായേലിൻ്റെ നിർണായകമായ ചില കമ്മ്യൂണിക്കേഷനുകളൊക്കെ അമേരിക്കയുമായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇസ്രായേൽ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അതൊക്കെയാണ് ഇപ്പോൾ ഇറാൻ ഇങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ബുഷഹർ ആണവ നിലയത്തിലേക്ക് വീണ്ടും ആക്രമണം നടക്കുകയാണ് ഇന്ന് വൈകിട്ട്. അതായത് ഒരു വശത്ത് സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ്. അപ്പോൾ അത് ഇറാൻ മുമ്പ് ചെയ്തിരുന്നതാണ്. മുമ്പ് ഇറാൻ്റെ ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു അത്. ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങളൊക്കെ തകർത്തിരുന്നൊരു സമയമുണ്ടായിരുന്നു യുദ്ധം തുടങ്ങിയ സമയത്ത്. അപ്പോൾ ആ സമയത്ത് അമേരിക്ക തന്നെയാണ് പറഞ്ഞത് ഇത്തരം ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കരുത്. കാരണം ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഇപ്പുറത്ത് അറബ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടും, അമേരിക്കയുടെ ഈ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടും. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയമായതുകൊണ്ട് ഇതൊന്നും നടക്കില്ല, പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നാണ് അമേരിക്ക വിചാരിച്ചത്. പക്ഷെ അവിടെയും ഭയാനകമായി തന്നെ തിരിച്ചടിക്കുകയാണ് ഇറാൻ. ഇനിയും തിരിച്ചടിയുടെ ആ ഒരു തീവ്രത കൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ യുദ്ധം പൊടുന്നനെ അവസാനിക്കുകയില്ല, അവസാനിക്കുന്ന നിലയിലേക്കല്ല കാര്യങ്ങളുടെ പോക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. 6 മാസം വരെ നീണ്ടു നിൽക്കും. 6 മാസം ആമോ അതിന് മുകളിലോ, അതായത് ഇനിയൊരു വെടിനിർത്തൽ കരാറിനുള്ള സ്കോപ്പില്ല. ഇനിയും ട്രംപിനെ വിശ്വസിക്കാനും മാത്രം വിഡ്ഢിത്തരം ഇറാൻ കാണിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ട്രംപ് ഒരു മായിക ലോകത്തേക്ക് ഇറാനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഉപരോധം നീക്കാം, നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരാം, നിങ്ങൾക്ക് അന്താരാഷ്ട്ര ട്രേഡിംഗ് നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഉപരോധങ്ങളൊന്നും ഞങ്ങൾക്ക് മേലെ ഉണ്ട്, നീക്കിയിട്ടില്ല, ഒന്നും നീങ്ങിയിട്ടില്ല. അതായത് കാര്യം നടക്കാൻ വേണ്ടി ഇറാനെ ഒന്ന് സുഖിപ്പിച്ച് ഇറാനെ ഫലപ്രദമായി ചതിക്കുകയായിരുന്നു ട്രംപ് എന്നാണ് ഞാൻ ഇതിൽ കാണുന്നൊരു വേർഷൻ. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് എത്രത്തോളം പറയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നതാണ്. അതായത് ഇറാനെ എന്താ പറയുക, സമാധാനം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്ന് എല്ലാം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് ആ കരാറിലൂടെ ട്രംപ് ലക്ഷ്യമിട്ടത് ഹോർമുസ് തുറക്കുക എന്നത് മാത്രമായിരുന്നു. പകുതിയോളം കപ്പലുകൾ കടന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് നേരെ തിരിഞ്ഞു, തനി സ്വഭാവം കാട്ടി, ചതി, അതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊന്നും വെറുതെ വിടുന്നവരല്ല ഇറാനെ അങ്ങനെ എളുപ്പത്തിൽ തകർക്കാനും കഴിയില്ല. എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുകയാണ്. യുദ്ധം കൂടുതൽ ശക്തമാവുകയും ഇനിയും ഏറെക്കാലം തുടരുകയും ഇതുവരെ കാണാത്ത രീതിയിലേക്ക് ഇറാന്റെ കടന്നാക്രമണം രൂക്ഷമാവുകയും ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അക്കമിട്ട് നിരത്തി എല്ലാത്തിനും കണക്കെടുത്ത് തിരിച്ചടിക്കും അതിതീവ്രമായി എന്ന് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാവുന്നതാണ്.